നല്ല നാളുകളിലേക്കുള്ള ചുവടുവെപ്പുകളിൽ നേട്ടവും നന്മയും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പുതുവത്സരം കൂടി നമ്മെ തഴുകിയെത്തി. പോയ വർഷത്തിൻ്റെ കാപട്യങ്ങളും ക്രൂരതകളും പീഡനങ്ങളും അഴിമതി, കൊള്ളരുതായ്മ, കൊള്ളിവെപ്പ് ഇവയൊന്നും വരും വർഷത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ 10-ാം അധ്യായം ആരംഭിക്കുന്നു. ഏവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞയാഴ്ചയിൽ തമാശയായിരുന്നു വിഷയം. കൂട്ടുകാർ നിരവധി വീഡിയോകൾ പങ്കുവച്ചു. സമയപരിമിതി മൂലം എല്ലാം കാണിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഏതാനും കാഴ്ചകൾ കൂടി ഈ ആഴ്ച നമുക്ക് കാണാം. അപ്പോൾ നാം പറഞ്ഞു വന്നത് തമാശ. തമാശ കേട്ടാലും കണ്ടാലും വരുന്നത് ചിരിയും. ചിരിയോ ആയുസ് വർദ്ധിപ്പിക്കുന്നു എന്ന് കഴിഞ്ഞയാഴ്ച നമ്മൾ സൂചിപ്പിച്ചു. സിനിമാ നടന്മാരെയും രാഷ്ട്രീയ നേതാക്കളെയും എന്ന് വേണ്ട, ആരെ കിട്ടിയാലും അവരെയൊക്കെ അനുകരിച്ച് വേണ്ടുന്ന വിധത്തിൽ ഫലിപ്പിക്കുന്ന ഒരു കലാകാരനാണ് ശ്രീ കോട്ടയം നസീർ. അനുകരിക്കപ്പെടുന്ന വ്യക്തിയുടെ മുഖഭാവവും അവതരണ ശൈലിയും അപ്പടി തൻ്റെ ശരീരത്തിലേക്ക് ആവാഹിച്ചെടുത്ത് കോട്ടയം നസീർ സ്റ്റേജുകളിൽ തിളങ്ങി നിൽക്കാറുണ്ട്. കോട്ടയം നസീറാണ് ഈ ലോകത്തിലെ ആദ്യ കാഴ്ച. ഈ കാഴ്ച പങ്കുവെക്കുന്നത് ഷംനു. ആദ്യത്തെ അനുകരണം ആരെയാണെന്ന് നോക്കാം, എന്താണെന്ന് നോക്കാം. ലാലേട്ടൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് രാവണപ്രഭു എന്ന് പറയുന്ന സിനിമയിലെ മംഗലശ്ശേരി കാർത്തികേയൻ എന്ന് പറയുന്ന കഥാപാത്രം. അതിൽ രസകരമായ ഒരു സീനുണ്ട്. ലാലേട്ടനും സിദ്ദിഖയും ചേർന്നുള്ളൊരു സീനാണ്. ഞാൻ ലാലേട്ടൻ്റെ വോയിസ് അത്ര പെർഫെക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഡയലോഗ് ഒന്ന് ഓർക്കാൻ വേണ്ടി പറയാം. എന്നിട്ട് അത് കുറേ നടന്മാർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാവും, ഓരോ ഡയലോഗ് പറയുമ്പോൾ. ലാലേട്ടൻ്റെ ഡയലോഗ് ഇതാണ്: ബോക്സിങ് ഞാൻ പഠിച്ചിട്ടില്ല, കരാട്ടെ അതും ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ കളറിപ്പയറ്റ് അത് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ ടൈം കിട്ടിയില്ല. പിന്നെ അറിയാവുന്നത് നല്ല നാടൻ തല്ലാണ്, അതൊരു കോമ്പറ്റീഷൻ ഐറ്റം ഇല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഇടിച്ച് കുറച്ചു പേരുടെ പല്ല് തെറിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ വീട്ടിലെ ഒരു ഹോർലിഷ് കുപ്പിയിലിട്ട് വെച്ചിരിക്കുക, ഏതാണ്ട് ഇത്രയും വരും കുപ്പി. ഇതാണ് ഡയലോഗ്. പറഞ്ഞ ഡയലോഗ് മറ്റൊരു സിനിമാ നടനായ ശ്രീ ലാലു അലക്സ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നാണ് നസീർ നമുക്ക് കാണിച്ചു തരുന്നത്. വളരെ പേഴ്സണലായിട്ട് പറയുക, ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല, കരാട്ടെ അതും ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ കളറിപ്പയറ്റ് അത് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് സമയം കിട്ടിയില്ല. പിന്നെ അറിയാവുന്നത് നല്ല നാടൻ തല്ല, അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് കപ്പൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഇടിച്ച് കുറച്ചു പേരുടെ പല്ല് തെറിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ അങ്ങ് വീട്ടില് പിറവത്ത് ഒരു ഹോർലിക്സ് കുപ്പിയിൽ ഇട്ട് വെച്ചിരിക്കുക, ഏതാണ്ട് ഇത്രയും വരും കുപ്പി. എന്നാ വരട്ടമാനെ. ഇനി വരുന്നത് മലയാള സിനിമയിലെ സൗന്ദര്യത്തിൻ്റെ ധാമം. എങ്ങനെയാണ് ആ മുഖവും അല്ലെങ്കിൽ ആ ബോഡിയും ഒക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ശബ്ദവും അഭിനയവും ഒക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെയൊന്നും ആകണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ടാവും. ആളെ പിടികിട്ടി. മാമുക്കോയാണ് കാർത്തികേയനാകുന്നെങ്കിൽ. ആഹാ, ആളെ പറ്റിക്കുകയാണല്ലേ. മമ്മൂട്ടിയാന്ന് വിചാരിച്ചല്ലേ. മാമുക്കോയെങ്കിൽ മാമുക്കോയ. എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ ആ സൗന്ദര്യധാമം ഈ ഡയലോഗ് പറയുന്നത്? ബോക്സിങ് അത് നമ്മൾ പഠിച്ചിട്ടില്ല, കരാട്ടെ അതെന്താന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ, ആകെ അറിയുന്നത് പൊറോട്ട അടിക്കാൻ മാത്രമാണ്. പിന്നെ ഗൾഡ് ഫൈറ്റ് അത് നമുക്ക് അത്ര കൊടുത്തില്ല. പിന്നെ അറിയാവുന്നത് നല്ല നാടൻ തല്ലുകൊള്ളലാണ്, അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല മക്കളെ. പിന്നെ നമ്മൾ ഇടിച്ച് കുറച്ച് ശൈത്താന്മാരുടെ പോലെ തെറിപ്പിച്ചിട്ടുണ്ട്, ആ കിട്ടി 2 കൊല്ലാണ് ഈ ഫ്രണ്ടി ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പൊറോട്ടയടി കഴിഞ്ഞു. ഇനി വരുന്നത് യച്ചുസ്മി. മനസ്സിലായില്ല? ഇല്ലെങ്കിൽ കണ്ടു നോക്കൂ. ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല, കരാട്ടെ അതും ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ കളറിപ്പയറ്റ് അത് പഠിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ ടൈം കിട്ടിയില്ല. പിന്നെ അറിയാവുന്നത് ഈ പെൺകുട്ടികളുടെ പുറകെ നടന്നുള്ള നാടൻ യച്ചുസ്മിയാണ്, അതൊരു കോമ്പറ്റീഷൻ ഗപ്പൊന്നും കിട്ടിയിട്ടില്ല, പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് മറ്റു പലതും കിട്ടിയിട്ടുണ്ട്.
എന്തിയേ? ഇപ്പൊ കാക്കയുടെ കയ്യിൽ നിന്ന് ശരിക്കും കിട്ടി. മാനേഴ്സ് ഇല്ലാത്ത വർഗം. ഇതിനൊക്കെ വല്ല അണ്ടറിട്ട് നടന്നുകൂടെ? കാശില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അവരുടെ മേടിച്ചിടാം. ഇതേപോലെ മരത്തിന്റെ മോളിൽ കയറി എനിക്ക് ചെയ്യാൻ അറിയാൻ പറ്റത്തില്ല. എന്റെ സ്റ്റാറ്റസ് അനുവദിക്കില്ല. മലയാള സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന നടനായിരുന്നു ശ്രീ കൊച്ചിൻ ഹനീഫ. കൊച്ചിൻ ഹനീഫയെ അനുകരിക്കാൻ നസീറിനോളം കഴിവുള്ള മറ്റു കലാകാരന്മാർ ഇല്ല എന്നാണ് പറയാറുള്ളത്. അടുത്തത് വരുന്നത് കൊച്ചിൻ ഹനീഫ തന്നെ. കൊച്ചിൻ ഹനീഫയുടെ ഡയലോഗുമായാണ് നസീർ കടന്നു വരുന്നത്. ബോക്സിംഗ് അത് ഞാൻ പഠിച്ചിട്ടില്ല. ഗറാട്ടെ അതും ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ കളറി ഫൈറ്റ് അത് ഞാൻ പഠിച്ചിട്ടേ ഇല്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ലാണ്. അതൊരു കോമ്പറ്റീഷൻ ആയിട്ട് നടത്തുന്നത് കപ്പൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഇടിച്ച് കുറച്ച് പന്നികളുടെ പല തെറിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വീട്ടിലിരിപ്പുണ്ട് കൊച്ചിയിൽ. ഡയലോഗിൻ്റെ വൈവിധ്യത്തിന് വിരാമം കുറിക്കുമ്പോൾ നസീർ കാണിച്ചു തരുന്നത് വ്യത്യസ്തമായ തീവണ്ടി ഒച്ചയാണ്. മലയാള സിനിമയിലെ ചില താരങ്ങളും രാഷ്ട്രീയ രംഗത്തെ ചില പ്രമുഖരും തീവണ്ടി വാങ്ങിയാൽ അവരുടെ തീവണ്ടിയുടെ ശബ്ദം എങ്ങനെയായിരിക്കുമെന്നാണ് നസീർ കാണിച്ചു തരുന്നത്. ആദ്യം വരുന്നത് ശ്രീ ജനാർദ്ദനന്റെ ട്രെയിനാണ്. ബുദ്ധിമുട്ടിയാണെങ്കിലും ട്രെയിൻ പാളം തെറ്റാതെ ഉദ്ദിഷ്ട സ്ഥലത്തെത്തി. ഇനി ആരുടെ തീവണ്ടിയാണ്? നമ്മുടെ നരേന്ദ്രപ്രസാദ് സാർ. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ട്രെയിൻ മേടിച്ചു. ആ ട്രെയിൻ ആണെങ്കിലോ ഓക്കെ, വരട്ടെ തീവണ്ടി. ശ്രീ കുതിരവട്ടം പപ്പു ഈ തീവണ്ടി വാങ്ങിയാൽ എങ്ങനെ ഇരിക്കും? ഇനി ആരാണാവോ തീവണ്ടി വാങ്ങാൻ പോകുന്നത്? മാമുക്കോയാണോ ട്രെയിൻ മേടിക്കുന്നെങ്കിൽ ഉണ്ടാവും. ഓ, ഇനി നമ്മളെ കോഴിക്കോടൻ തീവണ്ടിയാണല്ലേ. ആ, വന്നോട്ടെ പോന്നോട്ടെ. അങ്ങനെ സിനിമാ താരങ്ങളുടെ തീവണ്ടിയോട്ടം താൽക്കാലികമായി നിർത്തുമ്പോൾ ഇനി വരുന്നത് രാഷ്ട്രീയക്കാരുടെ തീവണ്ടിയാണ്. പൊളിറ്റിക്സ് ട്രെയിൻ. ആദ്യം വരുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ട്രെയിൻ തന്നെ. ഈ ട്രെയിനിന് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. എന്താണത്? ചില കമ്പാർട്ട്മെന്റിന് കുറച്ച് വലിച്ചില് കൂടുതലാണ്. ഓ, അങ്ങനെ. എന്നാ വരട്ടെ തീവണ്ടി. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീമാൻ AK ആന്റണിയും വാങ്ങിയത്രേ ഒരു തീവണ്ടി. അയ്യോ പാവം തീവണ്ടി. ചേർത്തലയിൽ നിന്ന് ഡൽഹിയിലെത്താൻ കുറഞ്ഞത് 1.5 കൊല്ലമെങ്കിലും എടുക്കും. എന്നാൽ ഇതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് അതിവേഗം ബഹുദൂരം ഒരു ട്രെയിൻ വരുന്നുണ്ട്. പുതുപ്പള്ളിയിൽ നിന്ന് കോട്ടയത്തേക്കൊരു ട്രെയിൻ. ഇതല്പം ചൂടും ശുഷ്കാന്തിയുമുള്ള ട്രെയിനാണ് കേട്ടോ. കോട്ടയം നസീറിനൊരു പിൻഗാമി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിലാരും നെറ്റി ചുളിക്കേണ്ട. ദാ ഈ കൊച്ചു കലാകാരനെ ഒന്ന് കണ്ടു നോക്കൂ. 11 പുലിയാണ് കേട്ടോ. അടുത്തായിട്ട് മമ്മൂട്ടി. അച്ഛനും അമ്മയും കൂടി അവനെ മിമിക്രി പഠിപ്പിക്കുകയാണ്. അടുത്തായിട്ട് അച്യുതാനന്ദനാണ്.
ആ തകർത്ത്. അടുത്തായിട്ട് വരിയിലേക്ക് വരാൻ പോകുന്ന മുരളീധരൻ. അത് കൊള്ളാം. പിന്നെ അടുത്ത കർണാടക അങ്ങോട്ട് കൂലിങ് അങ്ങോട്ട് പറഞ്ഞു. അടുത്തായിട്ട് ഉമ്മൻചാണ്ടി കഴിഞ്ഞിട്ട് മതി. 2 രൂപ ഉറപ്പാണ്. അടുത്തായിട്ട് ശരത്ത്. പിന്നെ അടുത്തായിട്ട് കുലിങ്ങല്ലേ. അടുത്തായിട്ട് സത്യൻ ഇപ്പൊ കറക്റ്റ് ആയിരിക്കണം. അതല്ല ഇവിടോട്ട് കൈവെക്ക്. മുഖത്ത് പാവം വരട്ടെ. ഇനി അടുത്തായിട്ട് ഏതാ ഉള്ളത്? അടുത്തത് തിലകൻ. അവർ നല്ലതായിട്ട് പറ. അടുത്തതായിട്ട് MG ശ്രീ പറ ചിരിച്ചേ. അടുത്തത് 15,000 രൂപയുടെ ചോദ്യമാണ്. അടുത്ത സുരേഷ് ഗോപി. അടുത്തത് സോമൻ 33 മിനിറ്റ്. അടുത്ത നാസീർ. ഇറങ്ങി പോയി. പെണ്ണു കെട്ടിയാൽ കാലുകെട്ടി, കുഞ്ഞുങ്ങളായാൽ വായ കെട്ടി എന്നൊരു പ്രയോഗമുണ്ട്. ഒരു കുഞ്ഞാവുമ്പോഴേക്കും അതിനെ പോറ്റി വളർത്താനുള്ള കഷ്ടപ്പാടുകൾ പറയുന്ന ഒരുപാട് മാതാപിതാക്കളെ നാം കാണാറുണ്ട്. ഇവിടെ തൻ്റെ സഹധർമ്മിണി ഒറ്റ പ്രസവത്തിൽ 4 കുഞ്ഞുങ്ങളെയാണ് ഈ അച്ഛനെ സമ്മാനിച്ചത്. അവരെ ചിരിപ്പിച്ച് രസിപ്പിക്കുകയാണ് അച്ഛൻ. വാത്സല്യം തോന്നും എന്ന് മാത്രമല്ല, അവരുടെ കൂടെ നമ്മളും അറിയാതെ ചിരിച്ചു പോകും. വിഷയസംബന്ധമായി നിങ്ങളുടെ വ്യക്തതയുള്ള മൊബൈൽ ഫോണുകളിലും ക്യാമറകളിലും പകർത്തുന്ന ദൃശ്യങ്ങളും ഇൻ്റർനെറ്റ് ലോകത്ത് നിന്ന് തപ്പിയെടുക്കുന്ന ലിങ്കുകളുമായി ഈ ലോകത്തിൻ്റെ പേജിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ വീഡിയോകൾ ഈ ലോകം വെളിച്ചം കാണിക്കുന്നു. നിങ്ങളുടെ വീഡിയോകൾ www.facebook.com/groups/elogam എന്ന ഫേസ്ബുക്ക് പേജിലോ dtv.elogam@gmail.com എന്ന ഐഡിയിലേക്കോ അയക്കുക. ബ്ലോഗർ ഓഫ് ദി വീക്കിൽ ഇന്ന് നമ്മോടൊപ്പം ശ്രീ ഉസ്മാൻ ഇരിങ്ങാട്ടിരി. മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ ഇരിങ്ങാട്ടിരിയിൽ ജനനം. പഠനകാലം മുതൽക്ക് തന്നെ എഴുതിക്കൊണ്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെതായി 100ഓളം കവിതകളും 20ഓളം കഥകളും ഒരു നോവലറ്റും വിവിധ ആനുകാലികങ്ങളിലായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സത്യധാര സബ് എഡിറ്ററായി പ്രവർത്തിച്ച ഉസ്മാൻ വളാഞ്ചേരി മർക്കസ് ഹൈസ്കൂൾ, GLPS തിരുത്തി എന്നിവിടങ്ങളിൽ അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 വർഷത്തോളമായി സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. പ്രകാശപ്പൊട്ടുകൾ എന്ന ശ്രദ്ധേയമായ കൃതി ഇരിങ്ങാട്ടിരിയുടേതാണ്. നിരവധി ആനുകാലികങ്ങളിൽ ഇപ്പോഴും ഇദ്ദേഹം എഴുത്തു തുടരുന്നു. ഇദ്ദേഹത്തിന്റെ ഇരിങ്ങാട്ടിരി ഡ്രോപ്സ്, ഇരിങ്ങാട്ടിരി തരങ്ങൾ എന്ന പേരിൽ ഇപ്പോൾ ഭൂലോകത്ത് പ്രശസ്തമാണ്. നമസ്കാരം സാർ, ഈ ലോകത്തിലേക്ക് സ്വാഗതം. ബ്ലോഗ് എഴുത്തുകാരും ബ്ലോഗ് വായനക്കാരും നാൾക്കുനാൾ ഏറി വരികയാണ്. ഈ എഴുത്തിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞിട്ടാണോ ബ്ലോഗ് രംഗത്തേക്ക് കടന്നു വന്നത്? തികച്ചും യാദൃച്ഛികമായാണ് ബ്ലോഗ് എഴുത്ത് രംഗത്തേക്ക് വരുന്നത്. പഠനകാലം മുതൽക്ക് തന്നെ എഴുത്ത് ഒരു ബാധയായി കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. ആനുകാലികങ്ങളിൽ ചില സൃഷ്ടികളൊക്കെ വെളിച്ചം കാണാൻ ഭാഗ്യം ലഭിച്ചിരുന്നു. എങ്കിലും ബ്ലോഗ് രംഗത്തേക്ക് വരുന്നത്
2010 ആ ലോകത്ത് നിന്ന് ഈ ലോകത്തേക്ക് വന്ന ഒരാളാണ് ഞാൻ. ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയത് മുതൽക്ക് ഫേസ്ബുക്കിൽ കവിതകളും കഥകളും നുറുങ്ങുകളുമായി പോസ്റ്റുകൾ ഇട്ട് തുടങ്ങിയപ്പോൾ സുഹൃത്തുക്കളും ബന്ധപ്പെട്ടവരുമൊക്കെ ഒരു ബ്ലോഗ് തുടങ്ങുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുകയും എത്രയും പെട്ടെന്നൊരു ബ്ലോഗ് തുടങ്ങണം എന്ന് സ്നേഹപൂർവം സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ആയിടക്കാണ് ഫേസ്ബുക്കിലെ മലയാളം ബ്ലോഗേഴ്സ് ഗ്രൂപ്പിലെ അന്ന് അഡ്മിനായിരുന്ന നൗഷാദ് വടക്കേൽ എന്ന സുഹൃത്ത് ബ്ലോഗ് തുടങ്ങുന്നതിനെക്കുറിച്ച് ആവശ്യപ്പെടുന്നതും വല്ലാതെ സമ്മർദ്ദം ചെലുത്തുന്നതും. അങ്ങനെ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ സാങ്കേതികതകളൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഒരു ബ്ലോഗ് എന്ന രീതി പെട്ടെന്ന് സാധിക്കില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, നിങ്ങളൊരു ബ്ലോഗ് തുടങ്ങുകയാണെങ്കിൽ അതിന് നിങ്ങൾ എന്ത് പേരാണ് നിർദ്ദേശിക്കുന്നത്? ഓക്കെ, എന്തായിരുന്നു ആ നിർദ്ദേശിച്ച നാമം? ഇരിങ്ങാട്ടി ഡ്രോപ്സ്. അത് അദ്ദേഹത്തിന് ഞാൻ കൈമാറുകയും അതിനനുസരിച്ച് അദ്ദേഹം ഒരു 1/2 മണിക്കൂർ കൊണ്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് വഴി ഒരു ലിങ്ക് അയച്ചു തരികയും ചെയ്തു. അത് തുറന്നു നോക്കുമ്പോൾ ഇരിങ്ങാട്ടി ഡ്രോപ്സ് എന്ന പേരിൽ എൻ്റേതായ ഒരു ബ്ലോഗിന് ശിലാകർമ്മം നടന്നിരിക്കുന്നു എന്ന സന്തോഷമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. സാറിൻ്റെ കവിതകൾക്കും കഥകൾക്കും ഒക്കെ ഒരു വ്യത്യസ്തതയുണ്ട്. കവിതകൾക്ക് പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്ന വല്ല വിഷയങ്ങളുമുണ്ടോ? കവിത, കഥ തുടങ്ങിയ സർഗാത്മക പ്രവർത്തനങ്ങൾ വിഷയാധിഷ്ഠിതമാകണം എന്ന അഭിപ്രായക്കാരനല്ല ഞാൻ. സർഗാത്മകത ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് ലേഖനം പോലെയോ കുറിപ്പ് പോലെയോ ഏതെങ്കിലും ഒരു വിഷയാസ്പദമായി എഴുതേണ്ടതാണ് എന്ന പക്ഷക്കാരനല്ല ഞാൻ. നാം ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ജീവിതയാത്രയിൽ കണ്ടെത്തുന്ന അനുഭവങ്ങൾ, വായനയിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ സ്പാർക്കുകൾ, അതുപോലെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന അനുഭവങ്ങൾ, ഇതിൽ നിന്നൊക്കെ അറിയാതെ ഉരുവം കൊള്ളുന്ന ഒരു സർഗ പ്രക്രിയയാണ് കഥ, കവിത, പ്രത്യേകിച്ചും കവിത. പെട്ടെന്നൊരു വിഷയം തന്ന് ഈ വിഷയത്തെ ആസ്പദമാക്കി ഒരു കവിത രചിക്കുക എന്ന് എന്നോട് പറഞ്ഞാൽ എനിക്ക് സാധിക്കില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ആശയങ്ങൾ അതിനനുസരിച്ച് അതിനൊരു കവിത രൂപം നൽകുക എന്നല്ലാതെ ആദ്യം ആശയം കണ്ടെത്തുകയും വിഷയം കണ്ടെത്തുകയും അതിനനുസരിച്ച് കവിത തയ്യാറാക്കുകയും ചെയ്യുന്ന ഒരു രീതിയല്ല എൻ്റെ രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മാപ്പിളപ്പാട്ട് രചനാരംഗത്തും ഭക്തിഗാന രചനാരംഗത്തുമൊക്കെ ഈ സാറിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ആ രംഗത്ത് നിന്ന് ഉൾവലിഞ്ഞോ എന്ന് ഒരു സംശയമുണ്ട്. എന്താണ് പറയാനുള്ളത്? ഗാനരചന എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ അധ്യാപക ജീവിതത്തിൽ കുട്ടികളുടെ സമ്മർദ്ദത്തിന് വേണ്ടി മാത്രമായി ചെയ്തിരുന്ന ഒരു വർക്കായിരുന്നു. ആ മേഖല എനിക്ക് പറ്റിയതല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ടും എന്നെ ആ മേഖലയ്ക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടുമാണ് പിന്നീട് ആ രംഗവുമായി കൂടുതൽ മുന്നോട്ട് പോകാതിരുന്നത്. പിന്നെ താങ്കൾ നിരവധി ഓർമ്മക്കുറിപ്പുകൾ താങ്കളുടെ ബ്ലോഗിൽ ഇട്ടതായിട്ട് കാണാം. ശിഹാബ് തങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ മറക്കാനാവാത്ത ഒരു അനുഭവം പങ്കുവെക്കാം. മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയായി ഇന്നും മനസ്സിൽ നിൽക്കുന്നത് എൻ്റെ ഉമ്മയെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ഉമ്മ വലിയ പ്രാരാബ്ദങ്ങളിൽ നിന്ന് പ്രാരാബ്ദങ്ങളിലേക്ക് കയറിപ്പോയി ഏറ്റവും അവസാനം സമൃദ്ധി വിരുന്ന് വന്ന ഘട്ടത്തിൽ അതൊന്നും ആസ്വദിക്കാനാവാതെ ഓർമ്മ ശക്തി നഷ്ടപ്പെട്ട് മക്കളെപ്പോലും തിരിച്ചറിയാനാവാത്ത ഒരവസ്ഥയിൽ ദീർഘകാലം
രോഗശയ്യയിൽ കിടന്ന് എൻ്റെ മടിയിൽ കിടന്ന് മരണപ്പെട്ട ആ ഒരു രംഗം ജീവിതത്തിൽ മറ്റ് ഏതൊരു ഓർമ്മകളെക്കാളും ഏതൊരു അനുഭവത്തെക്കാളും എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതാണ് എൻ്റെ ബ്ലോഗിൽ ഞാൻ ഉമ്മ സ്വർഗത്തിലായിരിക്കും എന്ന ശീർഷകത്തിൽ ആ അനുഭവമാണ് എഴുതിയിട്ടുള്ളത്. താങ്കളുടെ പല കവിതകൾക്കും ഒരു കുഞ്ഞുണ്ണി ടച്ച് അനുഭവപ്പെടാറുണ്ട്. കടലമണി കവിതകൾ എന്നുള്ള താങ്കളുടെ ലേബൽ എടുത്ത് പരിശോധിക്കുമ്പോൾ ശരിക്കും അത് വ്യക്തമായി തോന്നും. ഒരു കുഞ്ഞുണ്ണി സാമ്യം അനുഭവപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ കുഞ്ഞുണ്ണി മാഷ് മലയാള സാഹിത്യത്തിലൊരു പ്രത്യേക വഴി വെട്ടിത്തെളിയിച്ച ആളാണ്. കവിതയിൽ കുഞ്ഞുണ്ണി മാഷും കഥയിൽ PK പാറക്കടവും ചെറിയ വരികളിലൂടെ വിസ്മയപ്രപഞ്ചം സൃഷ്ടിക്കുക എന്ന ഒരു വലിയ ദൗത്യമാണ് കുഞ്ഞുണ്ണി മാഷും ഇപ്പോൾ PK പാറക്കടവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുണ്ണി മാഷയ്ക്ക് മുമ്പോ കുഞ്ഞുണ്ണി മാഷയ്ക്ക് ശേഷമോ അദ്ദേഹത്തിൻ്റെ ആ വഴിയിലൂടെ ആരും സഞ്ചരിച്ചില്ല എന്ന ഒരു പ്രത്യേകത കുഞ്ഞുണ്ണി മാഷ് നടന്നുപോയ ആ വഴികൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ. കുഞ്ഞുണ്ണി മാഷ കവിതകളുടെ പ്രത്യേകത നന്നേ ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ആസ്വദിക്കാനാവുന്ന തരത്തിലുള്ള കവിതകളാണ്. അത് സത്യത്തിലൊരു പഴഞ്ചൊല്ലുകളുടെ ഒരു രീതിയിലാണ്, ആശയ സമ്പുഷ്ടമായ രീതിയിലാണ് കുഞ്ഞുണ്ണി മാഷ് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ കവിതകളോട് സാമ്യപ്പെടുത്താനോ അല്ലെങ്കിൽ അതുപോലെ അനുകരിക്കാനോ അല്ല എൻ്റെ ചെറിയ ശ്രമം നടന്നിട്ടുള്ളത്. അദ്ദേഹം പോയ വഴിയിലൂടെ നടന്നു പോകാനുള്ള ഒരു ചെറിയ ശ്രമം എന്ന നിലക്കാണ് എൻ്റെ ചെറിയ കവിതകൾ. അദ്ദേഹത്തെ അനുകരിക്കാനല്ല, അനുഗമിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഈ രംഗത്ത് നിന്ന് വല്ല പുരസ്കാരങ്ങളും അങ്ങയെ തേടിയെത്തിയിട്ടുണ്ടോ? ഓരോ മാസത്തിലും മലയാളം ന്യൂസിൽ പ്രസിദ്ധീകരിക്കുന്ന കഥ, കവിത, കത്തുകൾ ഇവയിൽ ഏറ്റവും മികച്ചവയ്ക്ക് ഒരു സ്വർണ്ണ നാണയം സമ്മാനം നൽകുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മാസത്തിൽ ഏറ്റവും മികച്ച കവിതയ്ക്ക്, എൻ്റെ വീട് എന്ന കവിതയ്ക്ക് ഒരു സ്വർണ്ണ നാണയം സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയാവുന്ന ഒരു അംഗീകാരം. മറ്റൊന്ന്, സൗദി തലത്തിൽ തന്നെ ജിദ്ദ മഹാകവി മോയിൻകുട്ടി വൈദ്യർ കൊണ്ടോട്ടി സെൻറ്റർ സൗദി തലത്തിൽ നടത്തിയ മാപ്പിളപ്പാട്ട് രചനാ മത്സരത്തിൽ 1ാം സമ്മാനം ലഭിക്കാനും ഇടയായിട്ടുണ്ട്. ഇത്രയും നേരം ഈ ലോകത്തിൻ്റെ പ്രേക്ഷകരുമായി അനുഭവങ്ങൾ പങ്കുവച്ചതിനും ഈ പ്രോഗ്രാമുമായി സഹകരിച്ചതിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. മറ്റൊരു ബ്ലോഗറുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ, ഈ ലോകം, ദർശന TV, എരഞ്ഞിപ്പാലം PO, കോഴിക്കോട്. അടുത്തയാഴ്ച വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്താം. നമസ്കാരം.